ഇന്ന് ഡൽഹിയിലുണ്ടായ ഒരു പ്രതിഷേധം. നമുക്കറിയുന്നത് പോലെ ഒരു ജനകീയ മുന്നേറ്റം എന്ന് വേണമെങ്കിൽ പറയാം. പുതിയൊരു സംഘടന, പുതിയൊരു കൂട്ടായ്മയാണ് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ വന്നിരിക്കുന്നത്. അഭിജിത് ദീപ്കെ തുടങ്ങിവെച്ച ആ ഒരു പ്രസ്ഥാനം, ആ ഒരു സംഘടന അത് ആ രീതിയിൽ അതിൻ്റെ കൂടുതൽ ശക്തി തെളിയിച്ചുകൊണ്ട് സൈബർ ഇടത്തിൽ നിന്നും പൊതു ഇടത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രത്യേകത. ഇന്നിപ്പോൾ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധം ഈ CBSE നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായത് മാറുകയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് ആ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അത് CJP അനുകൂലിക്കുന്നവർ മാത്രമല്ല, മറ്റ് സംഘടനകൾ, ഇടത് സംഘടനകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്ന കാഴ്ചയുണ്ട്. അതേസമയം തന്നെ ഈ സൈബറിടത്തെ പിന്തുണ അതുപോലെ തന്നെ ഈ പൊതു ഇടത്തിൽ CJPക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു വിലയിരുത്തൽ കൂടി ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കാരണം മണിക്കൂറുകൾ കൊണ്ട് മില്യൺ പിന്തുണക്കാരുണ്ടായ ഒരു സംഘടനയ്ക്ക് ഇത്രമാത്രം മതിയോ ജനപിന്തുണ പൊതു ഇടത്ത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ പ്രതിഷേധം എന്തായിരുന്നു, അവിടെ കണ്ട കാഴ്ചകൾ എന്താണ് എന്ന് നോക്കാം വിശദമായ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യ മഹാരാജ്യത്തെ ഭാവി തലമുറയുടെ അവകാശങ്ങളും ആഗ്രഹങ്ങളും സന്തോഷങ്ങളും വെല്ലുവിളി നേരിടുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടുന്നൊരു സമൂഹം ഉരുത്തിരിയുന്നതാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രസക്തി. കേവലം സമൂഹ മാധ്യമ ഹാഷ്ടാഗുകളിൽ ഒതുങ്ങാതെ ഇന്നവർ താഴെത്തട്ടിലേക്ക് ഇറങ്ങി. കേന്ദ്ര സർക്കാർ അസഹിഷ്ണുത പുലർത്തുന്ന ചോദ്യങ്ങൾ ഉയർത്തി. ലാത്തിയും പരിചയും തോക്കുകളും പടച്ചട്ടയും ആയുധമാക്കിയ സായുധ സേനയ്ക്ക് നേരെ റോസാപ്പൂക്കളും അറിവ് പകരുന്ന പുസ്തകങ്ങളും അംബേദ്കറിന്റെയും അശോക സ്തംഭത്തിന്റെയും ചിത്രങ്ങളും ഉയർത്തിയാണ് പാറ്റക്കൂട്ടം പ്രതിരോധം തീർത്തത്. ये कोई सोशल मीडिया ट्रेंड नहीं है, ये एक आंदोलन है जिसकी आज शुरुआत हो चुकी है और आगे वाले टाइम में ये आंदोलन और आगे बढ़ता जाएगा, बड़ा होते जाएगा. നീറ്റിൽ നീറിയ കഥകളും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അശ്രദ്ധയ്ക്കും അലംഭാവത്തിനുമെതിരായ രോഷവും ജന്തർ മന്ദറിൽ തടിച്ചുകൂടിയ പ്രവർത്തകരിൽ കാണാൻ കഴിയുമായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് പറന്ന് പടർന്ന് പാറ്റക്കൂട്ടം തെരുവിലും പെരുകുമ്പോൾ ആശയങ്ങൾ മറ്റ് സംഘടനകളുമായുള്ള ഒത്തുചേരലുകളുടെയും ശക്തിയും വിജയം. ഇന്നത്തെ ഇവരുടെ ഈ കൂട്ടായ്മയിൽ അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സാധാരണക്കാരുടെ പ്രതിനിധി എന്ന രീതിയിൽ, സ്ത്രീകളുടെ പ്രതിനിധിയുള്ള എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സിസ്റ്റം പരാജയപ്പെടുമ്പോൾ കൈകെട്ടി നോക്കി നിൽക്കാതെ പുതുതലമുറയുടെ ശൈലിയിൽ മറുപടി നൽകുന്നിടത്താണ് CJP പ്രതീക്ഷയാകുന്നത്. അതേ മറുപടി ചിലരിൽ അതിർത്തി പുകയാനിടയാക്കുന്നതും പാറ്റക്കൂട്ടത്തിന്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നു. ഡൽഹിയിൽ കുരുത്ത് ഇനി പറന്ന് പടർന്ന് പാറ്റക്കൂട്ടം തെരുവിലും പെരുകുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായുള്ള ഒത്തുചേരലുകൾ കൂടിയായിരിക്കും ഈ മൂവ്മെന്റിന്റെ വിജയം. ജനനം സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും തെരുവിലേക്കിറങ്ങുമ്പോൾ ഒരുപാട് സംഘടനകളുടെ ഒരു കൂട്ടായ്മയായി മാറാനുള്ള ശക്തി CJPക്ക് ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ പ്രതിഷേധത്തിലൂടെ അടിവരയിടുന്നുണ്ട്. പ്രാഥമിക സംരംഭം എന്നുള്ള നിലയിൽ ഇന്നത്തെ പ്രകടനം ഒരു വിജയമായി വിലയിരുത്താം. എന്നാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CJPയുടെ പ്രസക്തി എത്രത്തോളമാണ് എന്നത് അവരുടെ ആശയങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ടുള്ള തുടർ പ്രതിഷേധങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കുന്നു, എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. ജന്തർ മന്ദറിലെ പ്രതിഷേധവേദിയിൽ നിന്ന് അർജുൻ പിതാംബരൻ, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.